ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന്. ഈ നിലയിലുള്ള ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വിഷയം കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ പരമ ദയനീയമാണ്. ഈ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങൾക്കും ലാസ്റ്റ് വാക്ക് പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ വാക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷവും മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിലും നടത്തിയിട്ടുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും അത് തമ്മിൽ നോക്കിയാൽ സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ഇവിടെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ ഹെലികോപ്റ്റർ യാത്ര നടത്തി. അവിടെ ചെന്ന് ചില ചർച്ചകൾ നടത്തി, ചില മുതലാളിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ചില പാർട്ടി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അത് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ? ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇപ്പോൾ മുഖ്യമന്ത്രിയായ അദ്ദേഹം പറയണ്ടേ, ഞാൻ ഇന്ന കാര്യത്തിലാണ് ഇവിടെയാണ് പോയത്, ഹെലികോപ്റ്ററിന്റെ കാശ് ഇന്ന ആൾ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു. ഈ കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാവണ്ടേ? ജനങ്ങളുടെ ഇടയിൽ അത് വലിയ സംശയത്തിന് ഇട നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ടി വിയിൽ കൂടെ ചോദിക്കില്ല, എനിക്ക് ഭക്ഷണം കഴിച്ചുകൂടെയുണ്ട്. ഇഷ്ടംപോലെ കഴിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഒരു നാടാകെ മരണവും ദുരന്തവുമായിട്ട് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഒരു വലിയ സദ്യയുടെ നടുക്കിരുന്ന ചിത്രം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ പുറത്ത് വിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആഹാരം കഴിക്കേണ്ട എവിടെ നിന്നാ? ആഹാരം കഴിക്കേണ്ടിയിരുന്നത് ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് ആ പാവപ്പെട്ടവരോട് ഇരുന്ന് അവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആഹാരം കഴിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന്. ആഹാരം കഴിക്കാനൊക്കെ പാടുണ്ട്, പക്ഷേ ഈ നിലയിലുള്ള ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന അവസരത്തിലാണോ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകേണ്ടത്? ഇതൊക്കെ ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമാണ്. അത് ഈ പ്രവർത്തന പരിചയത്തിലൂടെയും അനുഭവത്തിലൂടെ മാത്രം കിട്ടുന്ന കാര്യമാണ്. ഒരു പ്രശ്നമുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ സമീപിക്കണമെന്നുള്ള ഒരു ഔചിത്യം മനുഷ്യനുണ്ടാവുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യം ഇല്ല എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമയങ്ങളിൽ ബന്ധുവിന്റെ വീട്ടിൽ പോകാൻ, അതുപോലെ സുഹൃത്തുക്കളെ കാണാൻ പോകൽ, ആ സമയമൊക്കെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിരുന്നുവെങ്കിൽ എത്രയും നല്ലതായിരുന്നു. ഹെലികോപ്റ്റർ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പഴയ മുഖ്യമന്ത്രി പോയപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ ഇത്ര കള്ളം പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഞാനെന്നാ സഭയിലുള്ള ആളാണ്. ഈ സഭയിൽ നിന്ന് 15 മിനിറ്റ് നേരം ആക്രോശിച്ചുകൊണ്ട്, നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, ഒരു ജനാധിപത്യപരമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ ശ്രീ പിണറായി വിജയൻ സഞ്ചരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിമർശിച്ച ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. താൻ പോയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായി വാക്ക് പറയുന്നതിന് വേണ്ടി പോകുന്നു. അതാണ് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന ഒരു വാക്കും കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ക്യാമ്പുകളാകത്തന്നെ അലങ്കോലമാണ്. ആഹാരം കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, ഏകോപനം നടന്നിട്ടില്ല. ഇല്ലേ ഈ പ്രളയക്കെടുതി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അതിനൊരു മുന്നൊരുക്കം നടന്നിട്ടില്ല. ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഒറ്റ പ്രശ്നം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു. ഒരു വിഷയം കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. വെറും വാചകങ്ങളിൽ മാത്രം ജീവിച്ചു പോകുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.